കൊടുത്തത്. അന്ന് ശേഖരനാരായണൻ സാറാണ് ആ അവാർഡ്, ആ സ്വർണ്ണ മെഡൽ, പനമ്പള്ളി സ്മാരക സ്വർണ്ണ മെഡൽ അദ്ദേഹത്തിന് സമ്മാനിച്ചു. അന്നും ജോസ് സാറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വെളിച്ചം വീശിക്കൊണ്ട് ശ്രീ വിജയാനന്ദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രസക്തമാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നിശ്ചയദാർഢ്യത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, ലക്ഷ്യബോധത്തിൻ്റെ, സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ, ആദർശ നിബദ്ധതയുടെ, അർപ്പണബോധത്തിൻ്റെ പ്രതീകമായിരുന്നു N.D. ജോസ്. തിരുവിതാംകൂറിൽ വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കാൻ CP തീരുമാനിച്ചു. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ. അതിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. നേരത്തെ ഇവിടെ വിജയാനന്ദ് പറഞ്ഞതുപോലെ മദ്രാസിൽ പഠിക്കുമ്പോൾ N.D. ജോസ് അദ്ദേഹം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രവർത്തകനായിരുന്നു. പക്ഷേ ഈ ജനകീയ യുദ്ധം എന്നുള്ള അവരുടെ നിലപാടിനോട് വിയോജിച്ചുകൊണ്ടാണ് അദ്ദേഹം അവരുമായുള്ള ബന്ധം വിട്ടത്. പിന്നീട് തിരുവനന്തപുരത്ത് ലോ കോളേജിൽ വിദ്യാഭ്യാസം തുടങ്ങിയ അവസരത്തിൽ CPക്കെതിരായിട്ടുള്ള CPയുടെ നയങ്ങളോട്, നടപടികളോട് ഉള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടത്തിന് തയ്യാറായി. CP തന്നെ തുടങ്ങി വെച്ച ആ രൂപം കൊടുത്ത വിദ്യാർത്ഥി യൂണിയൻ, ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ, ആ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തി എല്ലാ സീറ്റിലും വൻ വിജയം നേടി. അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് CP ഉദ്ദേശിച്ചത് പ്രഗത്ഭരായ മഹൽ വ്യക്തികളെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തുക, ആ രീതിയിലൊരു അക്കാദമിക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ സംഘടിപ്പിച്ചത്. പക്ഷേ ജോസിനെ പോലുള്ളവർ ആ തരം ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ, അക്കാഡമിക് പ്രവർത്തനങ്ങളിൽ താല്പര്യമെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ തങ്ങൾക്ക് ചുറ്റുപാടും നടക്കുന്ന അന്നത്തെ തിരുവിതാംകൂറിലെ സംഭവ വികാസങ്ങൾ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും CP എന്ന വ്യക്തിയോടല്ല, പക്ഷെ CP പ്രതിദാനം ചെയ്ത നയങ്ങളോട്, നടപടികളോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയായി. 3 INA നേതാക്കളെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ബ്രിട്ടീഷ് സർക്കാർ വിചാരണ ചെയ്തതിനെ തുടർന്നുണ്ടായ വൻ പ്രതിഷേധത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ പങ്കെടുത്തു. നഗരത്തിൽ പഠിപ്പ് മുടക്കുണ്ടായി, വ്യാപകമായ പഠിപ്പ് മുടക്കുണ്ടായി. CP വളരെ ക്ഷുഭിതനായി. എന്തിനേറെ പറയുന്നു, നേരത്തെ വിജയാനന്ദ് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പരീക്ഷ എഴുതാൻ സമ്മതിച്ചില്ല, ഡീബാർ ചെയ്തു. പിന്നീട് അദ്ദേഹം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷമാണ് BL പരീക്ഷ പാസ്സായ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തത് എന്ന് നമുക്കറിയാൻ സാധിക്കും. വളരെ സമ്മർദ്ദം. അദ്ദേഹത്തിൻ്റെ വന്യ പിതാവ് മജിസ്ട്രേറ്റായിരുന്നു. വലിയ സമ്മർദ്ദം. കാരണം ഇദ്ദേഹം സ്വീകരിക്കുന്ന നടപടികളുടെ പ്രതിഫലനം വന്യപിതാവിലാണ് ഏറ്റിരുന്നത്. CP N.D. ജോസിനെ ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചു. പക്ഷേ ആ പിതാവ് തൻ്റെ മകൻ്റെ നിലപാടുകളെ തെല്ലും തള്ളിപ്പറയാതെ ആ നിലപാടുകളിൽ ഉറച്ചു നിന്നു. അതിൻ്റെ ഫലം, അനന്തരഫലം അദ്ദേഹത്തിൻ്റെ മജിസ്ട്രേറ്റ് പദവി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ തിരുവിതാംകൂറിലെ സമരം, ഉത്തരവാദ പ്രക്ഷോഭം, അല്ലെങ്കിൽ CP രാമസ്വാമി അയ്യർ പിന്നീട് സ്വതന്ത്ര തിരുവിതാംകൂറിന് വേണ്ടിയുള്ള വാദമുയർത്തി. അതിനൊക്കെ എതിരായിട്ടുള്ള ശക്തമായ മുന്നേറ്റം അന്ന് ത്രിമൂർത്തികൾ നടത്തി, സ്റ്റേറ്റ് കോൺഗ്രസ് നടത്തി. അതോടൊപ്പം തന്നെ പട്ടംതാണ്ടിപിള്ള സാറ്, C. കേശവൻ, TM വർഗീസ് സാറ്, അതുപോലുള്ള ധീരനായകന്മാർ ഈ പ്രശ്നം സജീവമായി മുന്നോട്ട് കൊണ്ടുപോയതോടൊപ്പം ഈ പ്രശ്നം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും സർദാർ വല്ലഭായി പട്ടേലിൻ്റെയും ആചാര്യ കൃപലാനിയുടെയും ഒക്കെ
ശ്രദ്ധയിൽ കൂടുതലായി കൊണ്ടുവരുന്നതിന് ജോസ് നടത്തിയ സമരങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അതിന് ദേശീയ തലത്തിൽ കിട്ടിയ പ്രചരണവും പ്രാധാന്യവും ഉപകരിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം നിയമസഭയിലേക്ക് വന്നു. ചുരുങ്ങിയ കാലമേ നിയമസഭ ഉണ്ടായുള്ളൂ. ട്രാവൻകൂർ മന്ത്രിസഭ അന്ന് അവസാനം ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് പട്ടംതാനപിള്ള സാറ് രാജിവെച്ചു. ഒരു ചുരുങ്ങിയ കാലം മാത്രമേ അദ്ദേഹം നിയമസഭയിലേക്ക് വന്നുള്ളൂ. പിന്നീട് അദ്ദേഹം നിയമസഭയിലേക്ക് എത്താൻ സാധിച്ചില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ പ്രക്ഷോഭകാരിയായിരുന്നതുപോലെ, അനീതിക്കെതിരെ പോരാടിയതുപോലെ, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ത്രസിച്ചതുപോലെ അദ്ദേഹം നിയമസഭയിൽ തൻ്റെ ആശയങ്ങൾ സമൂർദ്ധമായി അവതരിപ്പിക്കാൻ പാവങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പട്ടിണിക്കാർക്ക് വേണ്ടി, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ചൂഷണം ചെയ്യപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം നിയമസഭാ വേദി പ്രതികരിക്കാൻ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പ്പെടുന്ന സാഹചര്യം ഇതൊക്കെ ജനാധിപത്യത്തിന് വൻ ഭീഷണിയായി. സ്വാതന്ത്ര്യ സമരകാലത്ത് ആ തലമുറ എന്തിനു വേണ്ടിയാണോ ത്യാഗനിർഭരമായി പ്രവർത്തിച്ചത്, ആ ലക്ഷ്യത്തെ ദുർബലമാക്കുന്ന, ലക്ഷ്യത്തെ തകർക്കുന്ന രീതിയിൽ ഇന്ന് രാജ്യത്ത് വളർന്നു വരുന്ന തെറ്റായ സാഹചര്യം കേരളത്തിലും വളർന്നു വരുന്ന, കേരളം ഞാൻ പ്രത്യേകം പറയാൻ കാരണം കേരളം ഒരു കാലത്ത് ഇന്ത്യക്കൊട്ടാകെ മാതൃകയായ ഭൂപരിഷ്കാര നിയമം പാസാക്കിയ സംസ്ഥാനമാണ്. പല കാര്യങ്ങളിലും കേരളം മാതൃകാപരമായി പ്രവർത്തിച്ചതാണ്. സാക്ഷരതയുടെ കാര്യത്തിൽ, ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ, ലോകത്തിൻ്റെ മുന്നിൽ, വിദ്യാഭ്യാസ കാര്യത്തിൽ ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനകരമായി നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമാണ് നമ്മുടേത്. ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ് കേരളം എന്നോർക്കണം. ആ കേരളം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് N.D. ജോസിനെ സ്മരിക്കുന്ന അവസരത്തിൽ ചിന്തനീയമാണ്, ആലോചനാമൃതമാണ് എന്നെടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തുറന്നു പറയാൻ മടിക്കുന്നില്ല. കേരള രാഷ്ട്രീയം മലീമസമായിരിക്കുന്നു എന്നുള്ള കാര്യത്തിനും ഉത്തരവാദികളായ ഒരുപാട് പേർ പൂർണ്ണമായ വിസ്മൃതിയിലാണ് ഇപ്പോൾ. ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ പേർ വിസ്മൃതിയിലേക്ക് പോവുകയും നാം നമ്മളെ തന്നെ തിരിച്ചറിയാതെയും നമ്മുടെ ഭൂതകാലം തിരിച്ചറിയാതെയും നാം നടന്നു വന്ന വഴി തിരിച്ചറിയാതെയും പോകുന്ന ഒരു വളരെ നിർഭാഗ്യകരമായ ഒരവസ്ഥ ദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഇന്നലകളിൽ കേരളം നിറഞ്ഞു നിന്ന, അല്ലെങ്കിൽ ഭാരതം നിറഞ്ഞു നിന്ന, നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങളിലും വഴിവിളക്കുകളായി നിന്ന ഒട്ടേറെ പേർ ഇന്ന് പേര് പറഞ്ഞാൽ പോലും തിരിച്ചറിയാൻ വയ്യാത്ത വിധം മറന്ന് പോകപ്പെടുകയാണ്. ഒരു നന്ദിയില്ലാത്ത, കൃതജ്ഞതയില്ലാത്ത ഒരു സമൂഹമായി നാം മാറുന്നതിൻ്റെ അപകടം, നാം ആ വഴികളും അവർ നൽകിയ സന്ദേശങ്ങളും മറക്കുന്നതിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ്. വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, സമീപകാലത്ത് നമ്മളെ വിട്ടുപോയ മഹാരഥന്മാരെ പോലും പേര് പറഞ്ഞാൽ ഓർക്കാത്ത ഒരുപാട് പേർ പുതിയ തലമുറയിൽ കാണുന്നു എന്നുള്ളതൊരു സത്യമാണ്. അത് പുതിയ തലമുറ മാത്രമല്ല, ആ പുതിയ തലമുറയിലെ സാധാരണക്കാർ മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ചില ചെറുപ്പക്കാർ പോലും ഒരു 10, 15, 20 വർഷം മുമ്പ് മാത്രം നമ്മളെ വിട്ടുപോയ മനുഷ്യരെ മറന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെപ്പറ്റി എന്താ പറഞ്ഞാൽ പോലും ഓർക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ശ്രീ N.D. ജോസിനെ പോലെ നമ്മളൊരിക്കലും മറക്കാൻ പാടില്ലാത്ത നമ്മുടെ ഒരു പൂർവ്വസൂരിയെ ഓർമ്മിക്കാനും അദ്ദേഹത്തിൻ്റെ ശതാബ്ദി ആചരിക്കാനും നീലലോഹിതദാസൻ നാടാരെ പോലെ അദ്ദേഹത്തിൻ്റെ മറ്റു സുഹൃത്തുക്കളെയും പോലെ കുറേ പേർ മുന്നോട്ട് വന്നത് എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമായ കാര്യമാണ്. അവരെ അകമഴിഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തികൾ എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ കാലം വളരെ അപകടകരമായ ഒരു കാലമാണ്.
പല വാക്കുകളുടെയും പല പ്രയോഗങ്ങളുടെയും പല സ്വപ്നങ്ങളുടെയും അർത്ഥം മാറിപ്പോകുന്നൊരു കാലം. എന്താണ് ദേശീയത, എന്താണ് മതേതരത്വം, എന്താണ് ജനാധിപത്യം എന്നുള്ളതെല്ലാം ഇന്ന് വളരെ വളരെ വികലമായ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. എല്ലാം വളരെ വിഭാഗീയമായ രീതിയിൽ, വളരെ സങ്കുചിതമായ രീതിയിൽ മാത്രം ഈ മഹത്തായ ആദർശങ്ങളെ, മഹത്തായ തത്വസംഹിതകളെയൊക്കെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു കെട്ടകാലമാണിത്. ദേശീയത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതൊരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയോ മാത്രം കുത്തകയല്ല എന്നുള്ളത് ഉറക്കെ വിളിച്ചു പറയേണ്ട ഒരു കാലമാണിത്. ഒരു മതമോ ഒരു ജാതിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു പ്രത്യയശാസ്ത്രമോ അല്ല ഇന്ത്യയുടെ ദേശീയത സൃഷ്ടിച്ചത്. ഇന്ത്യയുടെ ദേശാഭിമാനത്തിൻ്റെ സൃഷ്ടാക്കളവരല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നതൊന്നും ഇങ്ങനെയുള്ള വിഭാഗീയമായിട്ടുള്ള ഒരു സമീപനം പുലർത്തുന്നവരേ ആയിരുന്നില്ല. അതുകൊണ്ട് നാഷണലിസം എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ ഇന്ന് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഇന്ന് മാത്രമല്ല, 1930-കളിൽ ആ നൂറ്റാണ്ടുകളുടെ ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യൻ അഡോൾഫ് ഹിറ്റ്ലർ ദേശീയത എന്നുള്ള ഒരു ഒരു മുദ്രാവാക്യം മുൻനിർത്തിയാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ കൊടും ക്രൂരതകൾ നമ്മുടെ ചരിത്രത്തിൽ അടിച്ചേൽപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് ദേശീയതകൾ ഉണ്ട്. ഒരു ദേശീയത ആയിരിക്കില്ല മറ്റൊരാൾ പറയുന്ന ദേശീയത. ഒരാൾ പറയുന്ന മതേതരത്വമല്ല മറ്റൊരാൾ ഉദ്ദേശിക്കുന്ന, മറ്റൊരാൾ വ്യാഖ്യാനം ചെയ്യുന്ന മതേതരത്വം. അതുകൊണ്ടാണ് ഇവയെല്ലാം ഉറക്കെ പറയേണ്ടത്. നേരത്തെ ശ്രീ VM സുധീരൻ്റെ ഈ ടെലിവിഷൻ പരിപാടിയെപ്പറ്റി പറഞ്ഞു. സ്വാതന്ത്ര്യ സ്പർശം എന്ന ഈ പരിപാടിയുടെ ഉദ്ദേശം അത് തന്നെയാണ്. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷമാണ്. ദേശീയത എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്ന, വ്യാപകമായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഭൂരിപക്ഷ മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം, അതിൻ്റെ പതാകവാഹകരായി നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഒരു കാലത്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യവും ഇന്ത്യൻ ദേശീയതയും ഒക്കെ ഇങ്ങനെ നേരത്തെ VM പറഞ്ഞതുപോലെ ഒരു കൂട്ടായ്മയുടെ, ഒരു ഐക്യത്തിൻ്റെ, എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യരുടെ, അതെല്ലാവരുമുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, ശാസ്ത്രജ്ഞന്മാരുണ്ട്, എന്തിനു പറയുന്നു, കായിക താരങ്ങളുണ്ട്, കവികളുണ്ട്, സംഗീതജ്ഞരുണ്ട്, സിനിമാ നിർമ്മാതാക്കളുണ്ട്, ബിസിനസ്സുകാരുണ്ട്, വ്യവസായികളുണ്ട്. ഇവരെല്ലാവരും ചേർന്ന ഇന്ത്യയുടെ ഒരു മഹത്തായ ദേശീയതയുണ്ട്. ആ ദേശീയതയുടെ ഫലമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് ഉറക്കെ വിളിച്ചു പറയാൻ വേണ്ടിയാണ് ആ പരിപാടി എന്നുള്ളതാണ് അതിൻ്റെ സമകാലിക രാഷ്ട്രീയ പ്രസക്തി എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഈ ദേശാഭിമാനത്തിൻ്റെയും ദേശീയതയ്ക്കും പോലെ തന്നെ ND ജോസിനെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അമിതാധികാരത്തിനെതിരെ നടത്തിയ തിരുവിതാംകൂറിലെ വിദ്യാർത്ഥികളുടെ പ്രതിരോധത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം. അതാണ് ഏറ്റവും പ്രധാനം. തിരുവിതാംകൂറിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അഭിമാനകരമായ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും തിളങ്ങുന്ന കണ്ണിയാണ് അദ്ദേഹം. തിരുവിതാംകൂറിലെ വിദ്യാർത്ഥി, തിരുവിതാംകൂറിലെ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ സംസാരിക്കുന്നവരെക്കുറിച്ചായതുകൊണ്ട് തിരുവിതാംകൂറിലെ വിദ്യാർത്ഥി സമൂഹത്തിന് അങ്ങനെ വളരെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. അത് വളരെ ദീർഘകാലത്തെ പാരമ്പര്യമാണ്. ആധുനിക രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ്, തിരുവിതാംകൂറിൻ്റെ ആധുനിക രാഷ്ട്രീയ ബോധത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ബാരിസ്റ്റർ GP പിള്ളയെ പറ്റിയുള്ള വളരെ ഗംഭീരമായൊരു പുസ്തകം രചിച്ച മലയങ്കിഴ ഗോപാലകൃഷ്ണൻ നമ്മളോടൊപ്പമുണ്ട്. ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാ ആരാണ് ബാരിസ്റ്റർ GP പിള്ള എന്നുള്ളത്. ബാരിസ്റ്റർ GP പിള്ള ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ 18 വയസ്സ് മാത്രമുള്ള അദ്ദേഹം ഇവിടെ പള്ളിപ്പുറം, കഴക്കൂട്ടത്തിനടുത്തുള്ള പള്ളിപ്പുറം സ്വദേശിയാണ്. അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ, അന്നത്തെ മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് 18 വയസ്സിൽ അദ്ദേഹം കൊച്ചിയിൽ നിന്നിറങ്ങിയ പത്രങ്ങളിൽ ദിവാനെതിരെയും രാജഭരണത്തിനെതിരെയും അവരുടെ ഭീകരമായ അഴിമതികൾ, സ്വജനപക്ഷപാതം,
പിന്നെ തദ്ദേശീയരായിട്ടുള്ള നാട്ടുകാർക്ക് എതിരെ പുലർത്തിയ വിവേചനം എന്നിവയ്ക്കൊക്കെ എതിരെ അതിനിശിതമായ ലേഖനങ്ങൾ 18 വയസ്സ് മാത്രമുള്ള ആ GP പിള്ള ലേഖനങ്ങൾ എഴുതിയത്. അതിൻ്റെ പേരിൽ അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടുകൂടി അദ്ദേഹം ഫലത്തിൽ തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തപ്പെടുന്നതിന് തുല്യമായി. വാസ്തവത്തിൽ ഭരണത്തിനെതിരെ ലേഖനം എഴുതിയതുകൊണ്ട് കോളേജും നാടും വിദ്യാഭ്യാസവും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപക്ഷെ ആദ്യത്തെ തിരുവിതാംകൂർ സ്വദേശിയാണ്, തിരുവിതാംകൂറിലെ പൗരനാണ് ബാരിസ്റ്റർ GP പിള്ള. അതിനുശേഷം അത് 1880കളിലാണ് ഈ പറയുന്നത്, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം. വിശാഖം തിരുനാൾ ഭരിക്കുന്ന സമയം വെമ്പാക്കം രാമയ്യങ്കാർ എന്ന് പറയുന്ന ദിവാൻ, ഇവിടെ ദിവാൻ്റെ ഭരണം നടക്കുന്ന കാലത്താണ് അദ്ദേഹം ദിവാനെതിരെയും ഭരണത്തിനെതിരെയും നിരന്തരമായി എഴുതിയത്. അങ്ങനെ അതിനുശേഷം 10-20 വർഷത്തിന് ശേഷമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇവിടെ നിന്ന് നാട് കടത്തപ്പെടുന്ന ആദ്യത്തെ പൗരനാവുന്നത്. പക്ഷേ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഈ മഹാരാജാസ് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ ബാരിസ്റ്റർ അദ്ദേഹം പിന്നെ മദ്രാസിൽ പോയി അദ്ദേഹം പ്രസിഡൻസി കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അവിടെ മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ പത്രാധിപരായി. അതിലിരുന്ന് വളരെ അതിനിശ്ചിതമായി അദ്ദേഹം വീണ്ടും ഭരണകൂട വിമർശനം നടത്തി, ഹോം റൂൾ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകി. ഇങ്ങനെ അവസാനം മലയാളി മെമ്മോറിയൽ, അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അതിൻ്റെ ജനയിതാവെന്ന് വിളിക്കുന്നത്. ഈ ഇന്ത്യൻ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ ബോധത്തിൻ്റെയും ആധുനിക രാഷ്ട്രീയ ജനാധിപത്യ ബോധത്തിൻ്റെയും തുടക്കമായ മലയാളി മെമ്മോറിയലിൻ്റെ ശില്പികളിൽ അദ്ദേഹമുണ്ട്. അതിനുശേഷം അദ്ദേഹം തീയരുടെയും ഈഴവരുടെയും അവശ വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സ്വാമി വിവേകാനന്ദനും ഡോക്ടർ പൽപ്പുവും ആണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് ഇംഗ്ലണ്ടിലേക്ക് അയച്ചത്. അങ്ങനെ എന്തൊരു മഹാനായ മനുഷ്യനാണ് അദ്ദേഹം. അവിടുന്ന് പിന്നെ ലണ്ടനിൽ നിന്ന് ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി ഇവിടെ വന്നു. പക്ഷേ 39ാം വയസ്സിൽ പരീക്ഷ പാസ്സായി ഇവിടെ കോടതിയിൽ വന്ന് പ്രാക്ടീസ് തുടങ്ങി. പിറ്റേ വർഷം തന്നെ അത്രയ്ക്ക് കഠിനാധ്വാനത്തിൻ്റെ മാനസിക സംഘർഷങ്ങളുടെ ഒരു ജീവിതം താങ്ങാൻ വയ്യാത്തതുകൊണ്ടാവാം 39ാം വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു. ഇതാണ് തിരുവിതാംകൂറിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെ ചരിത്രം. അത് കഴിഞ്ഞ് 1920കളിൽ ദിവാൻ ബഹദൂർ, തോട്ടില രാഘവയ്യ ഇവിടെ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾക്കെതിരെ ഫീസ് വർധന, അമിതാധികാര പ്രയോഗം, വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കമിട്ട അത് അദ്ദേഹത്തിൻ്റെ വാശിയായിരുന്നു, അദ്ദേഹത്തിൻ്റെയും രാജാവിൻ്റെയും ദുർവാശിയായിരുന്നു. പിന്നോക്കക്കാരെ ആരെയും അടുപ്പിക്കില്ല, അമ്പലങ്ങളിൽ കയറ്റില്ല, അമ്പലങ്ങൾക്ക് ചുറ്റുമുള്ള വഴികളിൽ പോലും നടത്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച തോട്ടില രാഘവയ്യ 1920കളിലെ ദിവാൻ ബഹദൂർ, അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഫീസ് വർധന നടത്തിയപ്പോൾ ഈ മഹാരാജാസ് കോളേജ്, ഈ യൂണിവേഴ്സിറ്റി കോളേജിലാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്തത്. ആ വിദ്യാർത്ഥികളെ കുതിരപ്പട്ടാളത്തിനെ കൊണ്ട് ചവിട്ടി പിന്നെ ഓടിക്കാൻ ശ്രമിച്ചതൊക്കെ അതാണ്. ആ കണ്ണിയിൽ അടുത്ത ഏറ്റവും തിളങ്ങുന്ന നക്ഷത്രമാണ് നേശമണി ഡാനിയൽ ജോസ് എന്ന N.D. ജോസ്. അതാണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ മഹത്വം. തീർച്ചയായിട്ടും ഞാൻ N.D. ജോസിനെ ഞാൻ VM പറഞ്ഞ പോലെ ഞാനും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ സന്ദർഭവശാൽ പറയുകയാണ്, ഞാൻ N.D. ജോസിനെ പറ്റി കേൾക്കുന്നത് ഈ വിജയാനന്ദ് വഴിയാണെന്നുള്ളതാണ് അതിൻ്റെ വിചിത്രമായ കാര്യം. N.D. ജോസിനെ പോലുള്ള ആൾ അദ്ദേഹത്തിൻ്റെ അനന്തരവൻ വഴി അറിയപ്പെടേണ്ടത്. അദ്ദേഹം അത്ര വലിയ മഹാനാണ്. പക്ഷേ ഈ വിജയാനന്ദ് ഞാനും ഒന്നിച്ച് പഠിച്ചവരാണ്. സെൻറ്റ് ജോസഫ് സ്കൂളിൽ എൻ്റെ ഒരു വർഷം മാത്രം സീനിയറാണ് വിജയാനന്ദ്. ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും വലിയ ഹീറോ ആയിരുന്നു വിജയാനന്ദ്. കാരണം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ കാരണം, നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ റാങ്കിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം പിന്നെ 2-3 സെൻറ്റ് ജോസഫ് കോളേജ് അന്ന് ഇവിടെ പിന്നെ ഈശോസഭക്കാരുടെ നേതൃത്വത്തിലായിരുന്നു, ജസ്യൂട്ട്സിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്കൂളിന് ഗംഭീരമായ പ്രവർത്തനം നടത്തി വെച്ച ഒരു കാലമായിരുന്നു സെൻറ്റ് ജോസഫ്സിന്. പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഘട്ടം വളരെ ഏറ്റവും ഗംഭീരമായ ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൻ്റെ സൃഷ്ടാക്കളുള്ള ഒരാളാണ് വിജയാനന്ദ്. ഡേവിഡ് ഗോൺസാൽവസ്, പരമേശ്വരൻ എന്ന 3 പേരാണെന്ന് റാങ്ക് കിട്ടുന്നത്. അതുകൊണ്ട് അന്ന് ഞങ്ങളുടെ അസംബ്ലിയിൽ വിജയാനന്ദ് നിരന്തരം പ്രകീർത്തിക്കപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വലിയ അഭിമാനമായിരുന്നു വിജയാനന്ദ്. പിന്നെയാണ് വിജയാനന്ദ് റാങ്ക് കിട്ടുമ്പോഴാണ് N.D. ജോസ്. അപ്പോൾ അങ്ങനെയാണ് N.D. ജോസ് എന്നുള്ള പേര് വാസ്തവത്തിൽ
ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് വിജയാനന്ദയിലൂടെയാണ്. വാസ്തവത്തിൽ അപ്പോഴും പിന്നെയും വിജയാനന്ദൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികയായിരുന്നു പ്രൊഫസർ ഹൃദയകുമാരി ടീച്ചർ. ആ ടീച്ചർ പറഞ്ഞാണ് ഞാൻ കൂടുതൽ N.D. ജോസിൻ്റെ അനന്തരവനാണ് അദ്ദേഹം എന്നൊക്കെ മറ്റ് പറഞ്ഞ് അറിയുന്നത്. ഹൃദയകുമാരി ടീച്ചർ തീർച്ചയായിട്ടും ബോധേശ്വര സ്വാമിയുടെയും മറ്റും കുടുംബത്തിലെ ആ രാഷ്ട്രീയ പാരമ്പര്യം കാരണം N.D. ജോസ് അത് ടീച്ചറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു വിജയാനന്ദ്. ഇതുവഴിയാണ് ഞാൻ N.D. ജോസിനെ പറ്റി കേൾക്കുന്നതും മറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു വലിയ കാലത്തിൻ്റെയും ഇപ്പോഴും ഈ N.D. ജോസിൻ്റെ ആദർശാത്മകമായ പാരമ്പര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന യാതൊരു ഒത്തുതീർപ്പുമില്ലാതെ തൻ്റെ ആദർശനിഷ്ഠയിൽ ഉറച്ചു നിൽക്കുന്ന പാരമ്പര്യം വിജയാനന്ദന് ലഭിച്ചതും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അമ്മാവനിലൂടെ ആവണം എന്ന് ഞങ്ങൾ ഇപ്പോൾ കരുതാറുണ്ട്. எங்களுடைய குமரி மண்ணிலே பிறந்து கேரள மண்ணிலே கோலோச்சிய திரு N.D. ஜோஸ் அவர்களுடைய அந்த நூற்றாண்டு விழா நிகழ்விலே பங்கு பெறுவதில் பெருமகிழ்ச்சி அடைகின்றேன். என்னுடைய குமரி மாவட்ட மண்ணிலே பிறந்தவர் அவர். குமரி மாவட்டம் வீரம் செறிந்த பல மனிதர்களை உருவாக்கி இருக்கிறது, தலைவர்களை உருவாக்கி இருக்கிறது. ஆனால் இந்த மாணவர் பருவத்திலேயே இப்படி ஒரு தலைவர் எங்கள் மண்ணிலே பிறந்திருக்கிறார் என்று நினைக்கும் பொழுது உள்ளபடியாக நானும் அவருடைய மருமகன் திரு டாக்டர் பேராசிரியர் ஜோசப் அவர்கள், அவர் தஞ்சாவூர் தமிழ் பல்கலைக்கழகத்தில் என்னோடு சுமார் 35 வருடங்கள் பேராசிரியராக பணியாற்றியவர்கள். அந்த மாமனார் நல்ல ஒரு மருமகனைத்தான் தேர்ந்தெடுத்திருக்கிறார் என்பதை இந்த அவையிலே சொல்ல வேண்டும் என்பதும் என்னுடைய நோக்கமாக இருக்கிறது. அவர் செய்த பேர் அவருக்கு ஒரு நல்ல மருமகன். ஏன்னா எங்களுடைய போராட்டத்துக்கெல்லாம் நிதியுதவி என்று வரும்பொழுது நாங்கள் கேட்பது அவரைத்தான். இங்கே மேடையில் இருக்கக்கூடிய ஒரு மருமகன், அவரும் பெருமை சேர்த்து கொடுத்திருக்கிறார். இப்படி இந்த பொழுது பெரிதுவக்கும் தன் மகனை சான்றோன் என கேட்டதாய் ஒரு மகன் பெரிய தலைவனாக, பெரிய வீரனாக, பெரிய கல்வியாளனாக, பெரிய சான்றோனாக உயரும் பொழுது அவனை பெற்ற தாய் மகிழ்ச்சி அடைவாள். ஆனால் இங்கே என்று சொல்வார்கள், சின்ன வயது குழந்தைகள் 5 வயது முதற்கொண்டு அவர்கள் இவர் பிறந்தபோது பிறந்த குழந்தைகள் மேடையிலே நாடகத்தின் மூலமாக, நாடகம் என்றால் ட்ராமா அப்படிம்போம், சுதந்திர போராட்டத்தை விதைத்து கொண்டிருந்தார்கள். குறிப்பாக சொல்ல வேண்டும் என்றால் விஸ்வநாத தாஸ் என்கின்ற ஒரு நாடக கலைஞர் மேடையிலே அமர்ந்து கொண்டு வெள்ளை திருமணம் என்கின்ற நாடகத்தின் மூலமாக வெள்ளையனே வெளியேறு, அதுதான் குயிட் இந்தியா மூமெண்ட் என்ற கருத்தை சொல்லி கொண்டிருக்கின்றார். வெள்ளைக்கார படை அந்த மேடையை சுற்றி அவரை கைது செய்ய வேண்டும், அரெஸ்ட் பண்ண வேண்டும் என்பதற்காக அந்த மேடையை சுற்றி காத்து கொண்டிருக்கிறார்கள். அவர் வள்ளி திருமணம் நாடகத்திலே, வள்ளி திருமண நாடகம் என்றால் வள்ளி முருகன் அந்த புராண கதை தான். ஆனால் அவர் பாடிய பாட்டெல்லாம் வெள்ளை கொக்கு அப்படிங்கிற பாட்டை தான் பாடினார். Kavita Joseph. I'm Kavita Joseph. I'm coming from Chennai and I'm the granddaughter of N.D. Jose. My father is Dr. Radhakrishnan. He is the eldest son of N.D. Jose. So I would like to begin by expressing my profound and heartfelt gratitude to our chief guest, Mr. V.M. Sundaram, Mr. Neela Lodida Dasan Nada, and Mr. M.J. Radhakrishnan for giving us time out of their busy schedule to honor my grandfather N.D. Jose. And I would like to give special thanks to Mr. Vijayanand and to other members who have organized this event. So it is unfortunate that I couldn't spend time with my grandfather because I was born 9 months after my grandfather passed away. So it was on 28 December 1989. But I feel so honored and overwhelmed to talk about this great person in this great occasion. So he was born on 13 June 1922 and completed BSc and BL degree. During the freedom struggle, he was been arrested and kept in Andaman jail and was released by the recommendation of Mahatma Gandhi himself.
He served as a president of Travancore Student Congress as well as a member of working committee of the All India Student Congress in India and became the first youngster to start Student Congress in India. He was elected member of Travancore Legislative Assembly in 1948. He came to Chennai during 1953 and worked as an advocate at Madras High Court. Then he joined Mr. Mohan Kumaramangalam, who was Indian politician and communist theorist, and also an advocate general for Madras State. Unfortunately, Mr. Kumaramangalam sir was killed in an airline crash. Later, he joined as a treasurer at the SEDMA organization, which is an healthcare organization for poor people. So he even joined his own son as a doctor in this organization. Not only in his professional life, he was a revolutionary in his personal life too. He was against various social evil practices like dowry, caste discrimination and human inequality too. For instance, he supported his own son and his sister's intercaste and well as interreligious marriage. In 1950s itself, he didn't demand a single penny as a dowry from his daughter-in-law. His house gates were always open for everyone around him, irrespective of their birth identity. Be it a small gathering or a huge wedding celebration or even providing shelter for natural calamity victims, he invited everyone and treated them equally. He appeared as an advocate for numerous cases in favor of poor for free of cost. These are just a fraction of the service to the society, and his generosity extends beyond many grades. I am proud to be part of his lineage and will work hard to live by his ideology. On behalf of my grandfather, when I was asked to speak about my grandfather, I was very much hesitant because I never had an opportunity to know him or to understand him or to visualize what would have been happened at the time of independence and the freedom struggle. So I was very much kind of hesitant. But through the last few weeks, I had a lot of opportunity to know more about him, to learn more about my grandfather's history. It was indeed a very surprising, very interesting, eventful weeks. For the last couple of weeks, it was very eventful one. And when I knew about him, the interesting part was he was a student leader. That was the one important thing that stood out from everything. His youthful days were eventful, rebellious, and he was a man of leadership qualities who could gather a crowd among the fellow students and lead a movement. So that was a very exciting part. As a student leader, he conducted himself. And also I came to know one of my close relatives' grandfather is a very kind of very good English professor. And I came to know that when he was studying in Scott Christian College, he used to call him Silver Tongue. That was his excellency in communicating and delivering speeches in English. And also what I learned was he was patriotic and as well as socially passionate. So one interesting fact I knew about is he was ready to give his life for the Indian freedom struggle. So the readiness to face the bullet from the Britishers when they were about to pull the trigger in Mahi protest is the prime example of his courage and patriotism, and he was ready to lay down his life for this country. It was indeed a great moment that he was so much into the freedom struggle that he was ready to lay down his life for this country. It's a very great honor to know about this. And also he has led many agitations and student movement against government practices to provide good service to the common society and the people. And one thing which literally stands out for me, which I learned is the speeches he gave in Travancore Assembly when he was MLA.
for providing better services to the people, for providing better services to the marginalized people. That shows how he was compassionate and about the marginalized and the poor. Couple of weeks back, I was talking to Vijayanand uncle, and he was sharing a wonderful story how my grandfather used to encourage him to get good score in his board exams, and he would encourage him, if he gets a good score, he would present him with a gift watch. So, and he did score a very good mark, and he got ranked, and as promised, my grandfather gifted him the watch, and until this day he is wearing that watch. This shows how he is passionate about the academic excellence as well as the fellow relations to become excellent in his studies or excel in their career. It has been a wonderful experience for the last couple of weeks to know about my grandfather and how great he stood for certain principles, how patriotic he was, and also how he was socially work for the marginalized people. 190 ஆண்டுகளுக்கு முன்னால் ஐயா வைகுண்டர் வாரி 3 கோடி இருக்கும் ஒரு தீவை சாதி ஒரு நிரப்பாய் ஆள வேண்டும் என்று என்கிற நிலை வரும் என்று எடுத்து சொன்னார். ஜாதிக்கு ஒரு நீதி, சமுதாய கொடுமைகள் கோலோச்சிய திருவிதாங்கூர் சமஸ்தானத்தில் உலகத்தில் இருக்கிற கொடுமைகளில் அன்டச்சபிலிட்டி என்கிற தீண்டாமை என்னும் தீது மிக கொடியது. ஆனால் இந்த பகுதியிலே தான் அன்சியபிலிட்டி என்கிற கொடுமை, பார்க்கக்கூடாமை என்கிற கொடுமை கோலோச்சிய போது அந்த கொடுமையை எதிர்த்து போராடிய ஒரு போராளி N.D. ஜோஸ் ஐயா அவர்கள் என்பது பெருமை.